angel, you move with us. Bright and white are you, angel. Oh, angel, you move with us. Bright and white are you, angel. Oh, angel, you move with us. നല്ലത് പറയും മാലാഖ നന്മകൾ ചെയ്യും മാലാഖ നൽവഴി കാട്ടും മാലാഖ നല്ലൊരു തുണയൻ മാലാഖ നല്ലത് പറയും മാലാഖ നന്മകൾ ചെയ്യും മാലാഖ നൽവഴി കാട്ടും മാലാഖ നല്ലൊരു തുണയൻ മാലാഖ. Bright and white are you, angel. Oh, angel, you move with us. Bright and white are you, angel. Oh, angel, you move with us. കൂട്ടിനുണ്ടൊരു മാലാഖ കൺമണി പോലൊരു മാലാഖ എന്നുമെന്നും കാവൽ നിൽക്കും സെറാഫിൻ എന്നൊരു മാലാഖ. Bright and white are you, angel. Oh, angel, you move with us. Bright and white are you, angel. Oh, angel, you move with us. La 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 साथी है सराफिन सुंदर है उनकी आंखें चलते चलते हमके साथ सहारा देता है सदा. Bright and white are you, angel. Oh, angel, you move with us. Bright and white are you, angel. Oh, angel, you move with us. Serafin, 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 ഈ ക്രിസ്തുമസിന് വീട്ടിൽ പുൽക്കൂടുണ്ടാക്കാത്തത് എന്താണെന്ന് അമ്മ ചോദിച്ചു. എന്നിട്ട് പ്രീതി എന്തു പറഞ്ഞു? ഞാൻ പറഞ്ഞു, ഈ വർഷം ഞാൻ കൂട്ടുകാരോടൊപ്പം പുൽക്കൂടുണ്ടാക്കുന്നുവെന്ന്. ഞങ്ങളും അതെ. സത്യത്തിലിങ്ങനെ ഒരുമിച്ച് പുൽക്കൂടുണ്ടാക്കുന്നതിന്റെ സന്തോഷം അത് വേറെ തന്നെയാ. അത് ശരിയാ. ഷെടാ, വൈക്കോൽ കൊണ്ടുവരാൻ പോയ പക്രുവിനെയും സഞ്ജുവിനെയും കാണുന്നില്ലല്ലോ. ഇനി വിശപ്പ് കാരണം വൈക്കോൽ അവൻ അകത്താക്കി കാണുമോ? ദേ വരുന്നു അവർ. അയ്യോ, തളർന്നു. ഇതാ വൈക്കോൽ. ഇനി ഞങ്ങളെ വിളിക്കരുത്. കുറച്ചു നേരം ഇരുന്ന് ക്ഷീണം അകറ്റട്ടെ. അല്ലടാ സഞ്ജു? അത് ശരിയാ. ഒരുപാട് ദൂരം നടന്നാ ഈ വൈക്കോൽ കൊണ്ടുവന്നത്. സാരമില്ല, നിങ്ങൾ വിശ്രമിച്ചോളൂ.
ഇത് ഞങ്ങൾ ചെയ്തു കൊള്ളാം. ശരീരത്തിന് നല്ലതാ. ഈ തടിയൊക്കെ ഒന്ന് കുറയും. ഓ പിന്നെ വർഷങ്ങളായി നടക്കുന്ന ആനയുടെ തടി പോലും കുറയുന്നില്ല, പിന്നെ എൻ്റെ. എല്ലാവരും പുൽക്കൂടുണ്ടാക്കുന്ന തിരക്കിലാണല്ലോ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഫാദർ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് എൻ്റെ കുട്ടിക്കാലമാണ് ഓർമ്മ വരുന്നത്. ഫാദറിന്റെ കുട്ടിക്കാലത്ത് ഫാദർ ഞങ്ങളെപ്പോലെ കുട്ടിയായിരുന്നോ? ഓ, ഈ പക്രു. അല്ല, ഞാനൊരു സംശയം ചോദിച്ചെന്നേ ഉള്ളൂ. ഞാനും കൂടട്ടെ നിങ്ങളോടൊപ്പം ഈ പുൽക്കൂടുണ്ടാക്കാൻ. പക്രു, ആ വൈക്കോലിങ് എടുത്തേ. മനോഹരമായ പുൽക്കൂട്. താങ്ക് യു ഫാദർ. പണ്ട് കാലത്ത് ഈ പുൽക്കൂട് മാത്രമായിരുന്നില്ല ഞങ്ങൾ ചെയ്തു പോന്നിരുന്നത്. പിന്നെ നിങ്ങൾ പിടിയരിയെ പറ്റി കേട്ടിട്ടുണ്ടോ? പിടിയരിയോ? എന്താ അത്? പിടിയാനയാണെ കേട്ടിട്ടുണ്ട്. പിടിയാനയല്ല പക്രു, പിടിയരി. അതെന്താ ഫാദർ? പണ്ട് എല്ലാ ക്രിസ്ത്യൻ കുടുംബങ്ങളിലും ചെയ്തു വന്നിരുന്ന ഒരു പുണ്യപ്രവൃത്തിയായിരുന്നു അത്. ഇന്നിപ്പോ ആരും അത് ചെയ്യുന്നത് കാണാനില്ല. എല്ലാ ദിവസവും വീട്ടിൽ ചോറ് വയ്ക്കുന്നതിനായി അരി എടുക്കുമ്പോൾ അതിൽ നിന്നും ഒരു പിടി അരി മാറ്റി വയ്ക്കുമായിരുന്നു. അങ്ങനെ ചേർത്ത് വച്ച് ഒരു മാസമാകുമ്പോൾ ആ അരി പള്ളി വഴി അരി വാങ്ങാൻ കാശില്ലാത്ത പാവങ്ങൾക്ക് നൽകുന്നു. അങ്ങനെ എല്ലാ പേരുടെയും വയറ് നിറയ്ക്കുന്ന ഒരു പുണ്യപ്രവൃത്തി. ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കുന്നു. ഇപ്പോഴെന്താ ആരും ഇത് ചെയ്യാത്തേ? ആരെയും കുറ്റം പറയാൻ പറ്റില്ല, ആരുടെയും തെറ്റുമല്ല. ആർക്കും ഒന്നിനും നേരമില്ല. മറ്റു ചിലരാകട്ടെ നിങ്ങളെപ്പോലെ ഈ കാര്യത്തിൽ ഒന്നും അറിയില്ല. അതാണ് കാര്യം. ഫാദർ, ഈ ക്രിസ്മസിന് ഞങ്ങൾ പിടിയരി കൊണ്ടുവരട്ടെ? നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചത് തന്നെ വലിയ കാര്യം. ഞാൻ നിങ്ങളുടെ അറിവിലേക്കായി ഈ കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ. പ്ലീസ് ഫാദർ, ഈ ക്രിസ്തുമസ് ദിനത്തിൽ ഞങ്ങൾ എല്ലാവരും വീട്ടിൽ നിന്ന് അരി കൊണ്ടുവരാം. അത് നമ്മുടെ ഇടവകയിലെ ഒരു പാവപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കാൻ കഴിയില്ലേ? അതെ ഫാദർ. കൂട്ടുകാരി പറഞ്ഞത് ശരിയാ ഫാദർ. ഇപ്പോൾ എന്റെ കാര്യം തന്നെ എടുക്കാം. ആഹാരം കഴിക്കുമ്പോൾ എത്രയോ തവണ ആഹാരം തറയിൽ പോകുന്നത് ഞാൻ ഓർക്കുന്നു. അതൊക്കെ മറ്റൊരാളുടെ ആഹാരമായി മാറേണ്ടവയായിരുന്നുവെന്ന് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നു ഫാദർ. ഈ തിരിച്ചറിവാണ് ഏറ്റവും വലിയ പുണ്യപ്രവൃത്തി. ശരി, നിങ്ങൾ അരി തയ്യാറാക്കി വരൂ. ഈ ക്രിസ്തുമസ് ദിനത്തിൽ ഒരു പാവപ്പെട്ടയാൾക്ക് ദൈവനാമത്തിൽ നമുക്ക് ആഹാരം നൽകാം. അപ്പോൾ പള്ളിയിൽ വച്ച് കാണാം. നമുക്ക് ഇന്നു തന്നെ ഇത് വീട്ടിൽ പറയണം. അത് ശരിയാ. ക്രിസ്തുമസിന് ഇനി വെറും 5 ദിവസമേ ബാക്കിയുള്ളൂ. ഉള്ളതാകട്ടെ ഒരാൾക്ക് ഒരു നേരമെങ്കിലും ആഹാരമാകുമല്ലോ. അത് ശരിയാ. എന്നാൽ പിന്നെ നമ്മൾ ഇങ്ങനെ സംസാരിച്ചിരുന്ന് സമയം കളയണോ? എനിക്കാണ് നല്ല വിശപ്പ്. നമ്മൾ പിടിയരി ശേഖരിച്ച് ഇവന് കൊടുക്കേണ്ടി വരുമെന്നാ തോന്നുന്നേ. അയ്യടാ, അവന്റെ ഒരു തമാശ. ഒന്ന് പോടാ.
എന്തു പറ്റി? എന്തോ പറയാനുണ്ടല്ലോ രണ്ടുപേർക്കും. അമ്മയ്ക്ക് ഈ പിടിയരി എന്താണെന്ന് അറിയാമോ? ഇതെന്താ പുതിയൊരു കണ്ടുപിടുത്തം? അമ്മ പറയൂ, അമ്മയ്ക്ക് എന്താണെന്ന് അറിയാമോ? അറിയില്ല, നിങ്ങൾ തന്നെ പറയൂ. പണ്ടുകാലത്ത് നമ്മുടെ തറവാടുകളിലും മറ്റും എല്ലാ ദിവസവും ചോറ് വെക്കുന്നതിനായി അരിക്കലത്തിൽ ഇടുന്നതിനു മുമ്പായി ഒരു പിടി അരി മാറ്റിവെക്കുന്നു. എല്ലാ ദിവസവും അങ്ങനെ മാറ്റിവെച്ച ശേഷം ഒരു മാസമാകുമ്പോൾ ആ കൂട്ടിവെച്ച അരി പള്ളി വഴി പാവപ്പെട്ടവർക്ക് നൽകുന്നു. അതാണ് പിടിയരി. അതെയോ? അതെ അമ്മേ, ഫാദർ പറഞ്ഞു തന്നതാ. ഈ ക്രിസ്മസിന് പിടിയരി ഞങ്ങൾ ഫാദറിനെ ഏൽപ്പിക്കാമെന്നും വാക്കു പറഞ്ഞു. അതിന് ക്രിസ്മസിന് ഇനി വെറും 5 ദിവസമല്ലേ ഉള്ളൂ. ഇന്ന് തൊട്ട് തുടങ്ങിയാലും ഒരുപാട് അരിയൊന്നും നിങ്ങൾക്ക് ശേഖരിക്കാനാവില്ലല്ലോ. അതിന് ഞങ്ങൾ മാത്രമല്ല അമ്മേ, പ്രീതിയും സഞ്ജുവും റിച്ചുവും പക്രുവും എല്ലാരും ഉണ്ട്. ഉള്ളതുപോലെ ചെറിയൊരു സഹായം, അത്രയേ ഉള്ളൂ. നിങ്ങളുടേത് വലിയ മനസ്സാ കുഞ്ഞുങ്ങളെ. തീർച്ചയായും പിടിയരി ശേഖരിക്കാൻ അമ്മ നിങ്ങളെ സഹായിക്കാം. പിടിയരിയുടെ കാര്യം ഗ്രാൻമയോട് പറഞ്ഞാൽ പിടിയരിക്ക് പകരം പിടി ചെവിയിലാവുമോ കർത്താവേ? പാവങ്ങൾക്ക് കൊടുക്കാനാണെന്ന് പറഞ്ഞാൽ പോലും ഗ്രാൻമ ചിലപ്പോൾ വിശ്വസിക്കില്ല. എനിക്ക് കഞ്ഞി വെക്കാനാണെന്നേ പറയൂ. അല്ല, ഗ്രാൻമയെ കുറ്റം പറയാൻ പറ്റില്ല. എന്നെ എങ്ങനെ വിശ്വസിക്കും? എനിക്ക് തന്നെ എന്നെ വിശ്വാസമില്ല. ഗ്രാൻമ അറിയാതെ എടുക്കാമെന്ന് കരുതിയാൽ നല്ലൊരു കാര്യത്തിനു വേണ്ടിയാ. അപ്പോ കളവ് കാണിക്കുന്നത് ശരിയല്ല. എന്തായാലും പോയി പറഞ്ഞു നോക്കാം. കർത്താവേ, കാത്തോണേ. എന്താ പക്രു? അത് ഗ്രാൻമ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ കാര്യം? കാശിനാണെങ്കി മോൻ വന്ന വഴിയെ തിരികെ പോയിക്കോ. ചോദിക്കേണ്ട, തരില്ല. അയ്യോ, അതൊന്നുമല്ല ഗ്രാൻമ. പിന്നെ? കുറച്ച് അരി. അരിയോ? വിശക്കുന്നേ പോയി ചോറെടുത്ത് കഴിക്കടാ. എന്തിനാ വെറുതെ അരി കഴിക്കണേ? ഈ ചെക്കൻ വല്ല അസുഖവും വരുത്തി വെക്കുമല്ലോ. അയ്യോ, എനിക്ക് കഴിക്കാനല്ല. പിന്നെ എന്തിനാ നിനക്ക് അരി? ഗ്രാൻമ, ഈ പിടിയരിയെ പറ്റി കേട്ടിട്ടുണ്ടോ? ഉണ്ടോന്നോ? എന്റെ കുട്ടിക്കാലത്ത് ഞങ്ങൾ പള്ളിയിൽ പിടിയരി കൊടുത്തിരുന്നു. ഇപ്പൊ ആരും അതൊന്നും ചെയ്യുന്നില്ല. അല്ല, നീ ഇതെങ്ങനെ അറിഞ്ഞു? ഫാദർ പറഞ്ഞു തന്നതാ. ഞങ്ങൾ ഈ ക്രിസ്തുമസിന് പിടിയരി പള്ളിയിൽ കൊണ്ട് ചെല്ലാമെന്ന് വാക്ക് പറഞ്ഞു. ആരാ ഈ ഞങ്ങൾ? ഞാൻ, ജോബി, ജോളി, റിച്ചു, പ്രീതി, സഞ്ജു. ആ കുട്ടികളുടെ കൂടെ കൂടി നിനക്ക് നല്ല ബുദ്ധി വന്നല്ലോടാ പക്രു. അല്ലെങ്കിലും എനിക്ക് നല്ല ബുദ്ധി തന്നെയാ. ഞാൻ വെറുതെ പറഞ്ഞതാടാ മക്കളെ. എന്റെ പൊന്നുമോനും ഈ നല്ല പ്രവൃത്തി ചെയ്യാൻ തോന്നിയല്ലോ. ഇങ്ങ് അടുത്ത് വാ, ഗ്രാൻഡ്മ സഹായിക്കാം. താങ്ക് യു മൈ സ്വീറ്റ് ഗ്രാൻഡ്മ. റിച്ചുവും പ്രീതിയും വിളിച്ചിരുന്നു. പിടിയരി മാറ്റിവെക്കാൻ അവരുടെ അമ്മ സഹായിക്കാമെന്നേറ്റു. നമ്മൾ ഫാദറിനെ കണ്ടത് നന്നായി, ഇല്ലേ? ഇല്ലെങ്കിൽ ഇങ്ങനെയൊരു നല്ല കാര്യം നമ്മൾ അറിയാതെ പോയേനെ. അതു ശരിയാ. നമ്മൾ ഈ നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് കാണുമ്പോൾ ഉണ്ണി യേശുവിന് സന്തോഷമാകും. നമുക്ക് ഈ കാര്യം സെറാഫിനോട് പറയണ്ടേ? തീർച്ചയായും സറാഫിനും ഒത്തിരി സന്തോഷമാവും. നമുക്ക് സറാഫിനെ വിളിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. പ്രൈസ് ദി ലോർഡ് കൂട്ടുകാരെ. ഹായ് സെറാഫിൻ, പ്രൈസ് ദി ലോർഡ്. എന്ത് നല്ല പ്രവൃത്തിയാ നിങ്ങൾ ചെയ്യണേ. അയ്യോ, സെറാഫിൻ അതറിഞ്ഞോ? ഞങ്ങളൊരു ബിഗ് സർപ്രൈസ് തരാമെന്ന് വിചാരിച്ചതാ. സാരമില്ല, എനിക്ക് വളരെ സന്തോഷമായി കൂട്ടുകാരെ.
എന്ത് നല്ല പ്രവൃത്തിയാ നിങ്ങൾ ചെയ്യണേ അതിന്റെ നന്മ തീർച്ചയായും നിങ്ങൾക്കുണ്ടാകും. താങ്ക് യു സെറാഫിൻ. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പുൽക്കൂട് അവിടെ തടിച്ചല്ലേ, അതിന് വല്ലതും സംഭവിക്കുമോ? അവിടെ നമ്മുടെ ഉണ്ണിയേശുവില്ലേ, പിന്നെ എന്തിനാ ഈ പേടി? അതും ശരിയാ. വീട്ടിൽ അമ്മ പിടിയേരി ശേഖരിക്കാൻ സഹായിക്കാമെന്ന് പറഞ്ഞു. മമ്മി സഹായിക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. ഞാൻ ആദ്യം വിചാരിച്ചു ഈ കാര്യം ഗ്രാൻഡ്മ അറിഞ്ഞാൽ എന്നെ ഈ വീടിന് ചുറ്റുമിട്ട് തല്ലുമെന്ന. പക്ഷേ ഗ്രാൻഡ്മ വളരെ സന്തോഷപൂർവ്വം സമ്മതിച്ചു. എന്റെ വീട്ടിൽ അമ്മയും പിടിയേരി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സത്യത്തിൽ നന്മ ചെയ്യാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ നമ്മളെ പോലെ ആരെങ്കിലുമൊക്കെ ഇതുപോലെ തുടങ്ങി വെക്കണം. ജോളി പറഞ്ഞത് വളരെ ശരിയാ. എന്തായാലും എനിക്ക് സന്തോഷമായി. ഈ ക്രിസ്തുമസിന് ഞങ്ങൾ കാരണം ഒരാളെങ്കിലും പട്ടിണിയില്ലാതെ കഴിയുമല്ലോ. അത് ശരിയാ. ഉണ്ണിയേശു ഇതൊക്കെ കണ്ട് സന്തോഷിക്കുന്നുണ്ടാകും. തീർച്ചയായും. അമ്മേ, ഇന്ന് പിടിയേരി പള്ളിയിൽ കൊടുക്കണം. അതെ അമ്മേ, കൂട്ടുകാരെല്ലാം ഞങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾക്ക് വേണ്ടി അത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഹാപ്പി ക്രിസ്മസ് അമ്മേ. ഹാപ്പി ക്രിസ്മസ് മക്കളെ. ഈ ജോബിയും ജോളിയും എന്താ ഇത്ര വൈകുന്നത്? ശരിയാ, ഫാദർ നമ്മളെ കാത്തു നിൽക്കുന്നുണ്ടാവും. സോറി കൂട്ടുകാരെ, ഞങ്ങൾ അല്പം താമസിച്ചു. ഞങ്ങൾ എല്ലാവരും പിടിയേരി കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ ഇനി താമസിക്കേണ്ട. ഈ അരികളെല്ലാം നമുക്ക് ഒരുമിച്ചൊരു കവറിലാക്കാം. എന്റെ കവറ് വലുതാ, അതിലാക്കാം. എന്നാൽ ശരി. ഇനി താമസിക്കേണ്ട, നമുക്ക് പോകാം. ശരിയാ. നമുക്ക് നമ്മുടെ ഉണ്ണിയേശുവിനെ കൂടി കണ്ടിട്ട് പോകാം. ശരിയാ. ഉണ്ണീശോ, ഞങ്ങൾ ഈ പിടിയരി കൊണ്ട് പള്ളിയിലേക്ക് പോകുക. പോയി വന്നിട്ട് കാണാം. കൂട്ടുകാരെ, അത് നോക്കിയേ. വാ, നമുക്ക് അടുത്തു പോയി നോക്കാം. എന്തു പറ്റിയമ്മേ? എന്തിനാ കരയുന്നത്? എന്ത് പറയാനാ മക്കളെ, വല്ലതും കഴിച്ചിട്ട് 2 ദിവസമായി. കയ്യിൽ ചില്ലി കാശില്ല. എന്റെ കാര്യം പോട്ടെ, ദാ
ഇവനെങ്കിലും വല്ലതും കഴിക്കാൻ കൊടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. നമുക്ക് ഈ പിടിയരി ഇവർക്കു നൽകിയാലോ? ശരിയാ. എന്താ കൂട്ടുകാരെ നിങ്ങളുടെ അഭിപ്രായം? പക്രു പറഞ്ഞതുപോലെ നമുക്ക് പിടിയരി കൊടുക്കാം. പക്ഷേ നമ്മൾ ഫാദറിനോട് എന്തു പറയും? അത് ശരിയാ. നമ്മളെയും കാത്ത് ഫാദർ പള്ളിയിൽ നിൽക്കുന്നുണ്ടാവും. അതിന് നമുക്ക് എന്തെങ്കിലും വഴി കണ്ടെത്താം. ആദ്യം ഇവരുടെ വിശപ്പ് മാറട്ടെ. ശരിയാ. അമ്മേ, കുറച്ച് ശരിയാണ്. ഇത് എടുത്തോളൂ. വളരെ നന്ദിയുണ്ട് മക്കളെ. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. അയ്യോ, ഉണ്ണിയേശുവിന്റെ രൂപം കാണാനില്ല. ശോ, നല്ലൊരു ക്രിസ്മസ് ആയിട്ട് ആരാ ഈ പണിയൊപ്പിച്ചത്? ഉണ്ണിയേശുവും കാണാനില്ല. ഇനി ആരി എവിടെയെന്ന് ഫാദർ ചോദിച്ചാൽ നമ്മൾ എന്തു പറയും? ഇനി വീട്ടിൽ പോയി അരി എടുക്കാമെന്ന് വെച്ചാൽ അതിനുള്ള സമയവുമില്ല. നമുക്ക് പള്ളിയിലേക്ക് ചെല്ലാം. എന്നിട്ട് ഫാദറിനെ കണ്ട് കാര്യം പറയാം. അതാ നല്ലത്. നിങ്ങൾ വാ. എന്താ പക്രു വൈകിയത്? കൂട്ടുകാരെവിടെ? അവരിപ്പോ വരും ഫാദർ. ഈ അരി വാങ്ങൂ. എന്നിട്ട് ആർക്കാണെന്ന് വെച്ചാൽ വേഗം നൽകൂ ഫാദർ. ഞാൻ പോകട്ടെ ഫാദർ, ഒരു അത്യാവശ്യമുണ്ട്. പക്രു, ദൈവം അനുഗ്രഹിക്കട്ടെ. ഫാദർ, പക്രു, എന്താ അത്യാവശ്യമാണെന്ന് പറഞ്ഞിട്ട് പോയില്ലേ? ഫാദർ എന്തൊക്കെയായി പറയുന്നത്? ഞങ്ങളിപ്പോൾ ഇങ്ങോട്ട് വന്നതല്ലേയുള്ളൂ. ഫാദർ, ഞങ്ങൾക്ക് പിടിയരി കൊണ്ടുവരാൻ സാധിച്ചില്ല. വരുന്ന വഴിയിൽ വിശന്നു വലന ഒരു അമ്മയ്ക്കും കുഞ്ഞിനും ഞങ്ങൾ ആ അരി നൽകി. നിങ്ങൾ എന്തൊക്കെയാ കുഞ്ഞുങ്ങളെ ഈ പറയുന്നത്? എന്താ ഈ സംഭവിക്കുന്നത്? അപ്പോ പിന്നെ ആരായിരിക്കും ആ വന്നത്? ഞാനോ? ഞാനിപ്പോൾ വന്നതല്ലേയുള്ളൂ ഫാദർ, അല്ലേ കൂട്ടുകാരെ? ഇത്രയും നേരം പക്രു ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു ഫാദർ. എന്താ ഈ സംഭവിക്കുന്നത്? അപ്പോ പിന്നെ ആരായിരിക്കും ആ വന്നത്? ആരാ നമ്മളെ സഹായിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. ആരാ ജോബി? സറാഫിൻ. മറ്റാരാ? എന്നാൽ നമുക്ക് സെറാഫിനെ വിളിച്ചു ചോദിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. പ്രൈസ് ദി ലോർഡ് കൂട്ടുകാരെ. ഹായ് സെറാഫിൻ. പ്രൈസ് ദി ലോർഡ്. എന്തു പറ്റി കൂട്ടുകാരെ? സെറാഫിൻ അല്ലേ ഞങ്ങൾക്ക് വേണ്ടി പിടിയേറി പള്ളിയിൽ എത്തിച്ചത്? ഞാനൊന്നും ചെയ്തിട്ടില്ല കൂട്ടുകാരെ. ഞങ്ങളെ പറ്റിക്കരുത് സെറാഫിൻ, ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങൾ മാലാഖമാർ ഒരിക്കലും കള്ളം പറയില്ല പ്രീതി. അപ്പോ പിന്നെ ആരായിരിക്കും? നിങ്ങൾ തന്നെ ആലോചിച്ചു നോക്കൂ. നിങ്ങളെ സഹായിക്കുന്ന ആ ആൾ ആരായിരിക്കുമെന്ന്. എനിക്ക് മനസ്സിലായി.
ആരാ ജോളി? വേഗം വാ. അപ്പോൾ നമ്മളെ സഹായിക്കാനാ ഉണ്ണിയേശു പുൽക്കൂട്ടിൽ നിന്ന് പോയത്, അതും എന്റെ രൂപത്തിൽ. ശരിയാ. Dashing through the snow in a one-horse open sleigh. O'er the fields we go, laughing all the way. Bells on bobtail ring, making spirits bright. What fun it is to ride and sing a sleighing song tonight! Oh, jingle bells, jingle all the way. Oh, what fun it is to ride in a one-horse open sleigh. Jingle bells, jingle all the way. Oh, what fun it is to ride in a one-horse open sleigh. A day or two ago, I thought I'd take a ride, and soon Miss Fanny Bright was seated by my side. The horse was lean and lame, misfortune seemed his lot. He got into a drifted bank and we got upside. Oh, jingle bells, jingle. നിങ്ങളുടെ സന്തോഷങ്ങളിൽ കൂടെ സന്തോഷിക്കുവാനും സങ്കടങ്ങളിൽ സഹായിക്കുവാനും അവൻ നിന്നോട് കൂടെയുണ്ട്.